സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് അമരൻ എന്ന് പറയുന്ന തമിഴ് മൂവിയുടെ സീൻസ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്നുമല്ല, നമ്മുടെ എപ്പോഴും കമൻസിൽ ഇടുന്ന, നമ്മുടെ വീഡിയോസിൽ കമൻസ് ഇടുന്ന ഗോകുൽ പറഞ്ഞിരിക്കുന്നത് അമരൻ എന്ന് പറയുന്ന തമിഴ് മൂവിയുടെ കുറച്ച് സീൻസ് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതായത് സായി പല്ലവി പാരൻസിൻ്റെ അടുത്ത് കൺവിൻസ് ചെയ്യുന്നതും, ആഫ്റ്റർ ദാറ്റ് നമ്മുടെ നമ്മുടെ ആക്ടറിന്റെ പേരെന്താണ്, ശിവകാർത്തികേയൻ. ശിവകാർത്തികേയൻ എങ്ങനെയാണ് അതൊക്കെ ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഞാനും ലിൻഡയും കണ്ടതാണ് ആ മൂവി. പക്ഷേ കൂടുതലും തമിഴ് ലാംഗ്വേജ് ആയിട്ട് കൂടുതലും അടുത്തറിയാവുന്നത് നമ്മുടെ ലിൻഡയ്ക്കാണ്. ഇപ്പൊ ലിൻഡ വിൽ ബി ടെലിംഗ് ടു യു ഹൗ ദാറ്റ് പർട്ടിക്കുലർ ഫീലിംഗ് ഈസ് അബൌട്ട്. അതിൻ്റെ ഒപ്പം ഞാൻ ചെറിയ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും. ഓക്കെ, സോ ലെറ്റ് സി. ഇത് തന്നെയാണ്, ഈ സീൻസ് തന്നെയാണ് ഗൂഗിൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. സോ അത് നോക്കുവാണ്. ശിവകാർത്തികേയൻ പാരൻസിനോട് കൺവിൻസ് ചെയ്യുന്ന ഒരു സീനാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്നത്. இந்து அவங்க எல்லாருக்கும் எவ்வளோ பிடிக்குமோ அதை விட எனக்கு அதிகமாக பிடிக்கும்னு வச்சுக்கோங்க. நான் உண்மையாக அவளை ரொம்ப லவ் பண்ணுறேன். பட் உங்களுக்கு ஆர்மினா பிடிக்காதுல்ல. உங்களை மாரி நான் எப்பவும் எதுவும் பண்ண போகிறதில்ல அங்கிள். நான் ஆர்மிக்கு போயிட்டாலே செத்து போயிடுவேன்னு அர்த்தம் இல்லை அங்கிள். அதல்ல மோனே, அவ்வளோதான். இப்போ இந்த மோனேன்னு சொன்னீங்கல்ல, இது போதும் அங்கிள் எனக்கு. இப்போ நீங்கள் எவ்வளோ டைம் வேணாலும் எடுத்துக்கோங்க அங்கிள். நான் வெயிட் பண்ணுறேன். ஓகேயானோ விட்டுலாம் சொல்லிச்சு. வீடு தேடி வந்திருக்கு. வராம பின்ன நீ உயிர்டி. ഈ ഒരു പർട്ടിക്കുലർ സീൻ വെച്ചിട്ട് എന്താണ് നിനക്ക് തോന്നുന്നത്? അതായത് നോർമലി ഒരു ടബു ഉണ്ടല്ലോ, ലൈക്ക് ആർമിയിൽ പോയാൽ അല്ലെങ്കിൽ നേവിയിൽ പോയി കഴിഞ്ഞാൽ ആൾക്കൊരു ഫാമിലി പ്രോപ്പറായിട്ട് റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. ബിക്കോസ് ഹി വിൽ നോട്ട് ബി അവൈലബിൾ. അതായത് ആ ഒരു ഇപ്പൊ എപ്പോഴാണോ ഒരു വൈഫിന് ആവശ്യം ഉണ്ടായിരിക്കുക, ഒരു ഹസ്ബൻഡ്, ആ ഒരു ടൈമിൽ മേ ബി ഹി മേ നോട്ട് ബി അവൈലബിൾ. ചിലപ്പോൾ അവരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ചിലപ്പോൾ ഒരു വോർ നടക്കുവാണെങ്കിൽ ദേ വിൽ നോട്ട് ബി ഏബിൾ ടു കം ബാക്ക്. ഇപ്പൊ ചിലപ്പോ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പം സിനിമയിൽ തന്നെയാണ് ഇങ്ങനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ലൈഫിൽ ചിലപ്പോൾ ഇത് വേഴ്സ് ആയിരിക്കാം. അത് ചിലപ്പോൾ ഒരു ഡെലിവറി ടൈമിലൊന്നും അവരുദ്ദേശിക്കുന്ന രീതിയിൽ ലീവ് എടുത്തൊന്നും വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമായിരിക്കാം. അപ്പോ അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറച്ച് റിസ്ക് ആസ്പെക്റ്റുകൾ കൺസിഡർ ചെയ്യുമ്പോൾ പാരൻസിന് അവരുടെ മക്കളെ ആ ഒരു പെർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പീപ്പിളിന് കൊടുക്കാനായിട്ടുള്ള ഒരു ട്രസ്റ്റിന്റെ ഒരു പ്രശ്നം കൂടിയാണ്. പിന്നെ റിസ്ക് അനാലിസിസിൽ വരുമ്പോൾ അത് കുറച്ചും കൂടി കുറഞ്ഞ റിസ്ക് ഇവിടെ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ നല്ലത്, റാദർ ദാൻ സംബഡി ഹൂസ് ഇൻ ബോർഡർ അല്ലെങ്കിൽ ഒരു വോറിൽ പോകുന്ന ആളിനേക്കാൾ നല്ലത് ഇവിടെ തന്നെ നാട്ടിലുള്ള ആളാണല്ലോ എന്നുള്ളതാണ് നോർമൽ ഒരു പാരൻസിന്റെ ചിന്താഗതി. അത്രേ ഉള്ളൂ അദ്ദേഹത്തിന്റെ മൈൻഡില്. സോ അത് ഇവര് നല്ല എന്താ നല്ല രീതിയിൽ അതിനെ കൺവേ ചെയ്തിട്ട് അയാളെ സമ്മതിപ്പിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇന്ദുവിനെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അതിലിരട്ടി എനിക്ക് ഇന്ദുവിനെ ഇഷ്ടമാണ്. ഞാൻ നോക്കിക്കോളാം അവളെ. നിങ്ങള് ഒരു ആർമി ഓഫീസർ ആയതുകൊണ്ടല്ലേ എനിക്ക് തരാത്തത്. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ്, ആ ഒരു ബ്ലോക്കേജ് തന്നെയാണ് ആൾക്ക് ഉണ്ടായിട്ടുണ്ടാവുക മേ ബി. പക്ഷെ അത് ആ ഒരു നയപരമായ സംസാരത്തിലൂടെ ആളത് റിസോൾവ് ചെയ്തു. പിന്നെ ബ്രേക്കപ്പ് എന്നുള്ളൊരു സ്റ്റേജിൽ നിന്ന് അത് കുറച്ചും കൂടി ഒരു സ്ട്രോങ് ബോണ്ടായി മാറിയത് മേ ബി ആ ഒരു വരവും പിന്നെ ആ സംസാരവും ഫാമിലി ആയിട്ടുള്ള ഒരു പിന്നീടാണ് അത് ജെല്ലാവുന്നതും. അതൊക്കെ ആയിരിക്കും. ഓക്കെ ഗോകുൽ, ഇനി ഒരു വീഡിയോ കൂടെ ഉണ്ട്. സോ ഇത് രണ്ടാമത്തെ സീനാണ് അമരൻ മൂവിയിലെ. ലെറ്റ് സി. I don't think this will work out, Indo. எனக்கு ஹோப்பே இல்ல. விட்டுடலாம். എന്ത് വിട്ടുമോ? നീ എന്താ ഈ പറയുന്നത്? മുകുന്ദേ, എന്നടാ നിനക്ക് മുന്നേ തെരിയുമല്ലേ ഇത് അത്ര ഈസി അല്ല. എൻ கூட சண்டை போடாதடா ப்ளீஸ். இங்க கன்வின்ஸ் பண்ண ட்ரை பண்றேன். என்ன யாரடி கன்வின்ஸ் பண்ணுவா? ப்ளீஸ் என் கூட கோபப்படாதடா. நான் சொல்றது ஒண்ணு கேளுடா. I have made my decision, Indo. நீ வை. We will end this here. Right here. பேசிட்டல.
ഞാൻ പറയട്ടെ, எல்லா ரிலேஷன்ஷிப்பிலும் ஒரு ஆள் இன்னொருத்தரை விட அதிகமா லவ் பண்ணும். அந்த ஆளுக்கு தான் ஹார்ட் பேரும் எப்பவுமே கூடுதலா இருக்கும். ஆனா அதே ஆள் தான் அந்த ரிலேஷன்ஷிப்பை சேவ் பண்ண போராடும். You know what you have to do. ഞാൻ പാത്തുக்கிறேன். സോ ലിൻഡ പറയൂ. ഇന്ദു ഭയങ്കര നെയ്വ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ മൂവിയിൽ വരുന്നത്. അപ്പോൾ ഇന്ദു പറയുന്ന കാര്യവും കുറച്ചൊക്കെ ശരിയാണ് എല്ലാവരുടെയും കാര്യത്തിൽ. ഇപ്പം ഒരു കപ്പിൾസ് ഉണ്ടെങ്കിൽ അല്ലാത്ത ഏതെങ്കിലും ഒരാള് മറ്റൊരാളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടാവും, അത് ശരിയാണ്. അപ്പം അവരായിരിക്കും എപ്പോഴും അത് സേവ് ചെയ്യാൻ, ആ റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നത് ആ വ്യക്തി ആയിരിക്കും, ശരിയാണ് അത്. അപ്പോൾ നേരത്തെ കണ്ട ആ ആം, ഒരു സീക്വൻസിൽ ആളുടെയും കൂടി ഒരു കോൺട്രിബ്യൂഷൻ വന്നപ്പോഴാണ്, അതായത് എനിക്ക് ഇന്ദുവിനെ വേണം എന്ന് പറഞ്ഞ് ആ ഫാമിലിയെ കൺവിൻസ് ചെയ്തപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോണ്ടിങ് ആയത് അപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരാൾക്ക് വേറെ ഇല്ലെങ്കിൽ വേറൊരാളുണ്ട് അവിടെ ആക്ട് ചെയ്യാനായിട്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണെന്നത് അവർ പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയാണ്. അതൊരു നല്ല രീതിയിൽ അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, അതായത് ഇപ്പോൾ ആർമി ഓഫീസേഴ്സ് ആണെങ്കിലും നേവി ആണെങ്കിലും ചിലപ്പം ദേ മേ നോട്ട് ബി അവൈലബിൾ ഇൻ ദ ഹോം. അപ്പം അവരുടെ വൈഫ്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളായിരിക്കണം, എങ്കിലേ അവർക്ക് ആ ഒരു വെച്ചാൽ എന്തും എന്താ പറയാ നേരിടാനുള്ള ഒരു ശക്തി അവരുടെ മനസ്സിന് ചിലപ്പോൾ കാലക്രമേണ വരും, അല്ലെങ്കിൽ അവർക്കത് ഉണ്ടായിരിക്കണം. പിന്നെ അവര് കുറച്ച് പേര് അവിടെ ബോർഡറിലോ അല്ലെങ്കിൽ വോറിലോ ഒക്കെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ച് നല്ല മനസ്സമാധാനമായിട്ടൊക്കെ നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങുന്നത് എന്നുള്ളത് ഇപ്പോഴും ചിന്ത വേണം. പിന്നെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ സിറ്റിസൺസിന്റെ ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആണ് അവര് മിലിറ്ററിയിൽ ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. സോ നമ്മുടെ രാജ്യത്ത് അതൊരു മാൻഡേറ്ററി ആ സാധനമല്ല. പക്ഷേ എപ്പോഴെങ്കിലും ഒരു വോർ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമ്മളൊക്കെ പ്രെപ്പ് ചെയ്തിരിക്കണം. ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഒരു വോർ വന്നുകൂടാന്നില്ല. അപ്പം അതിനൊക്കെ വേണ്ടി നമ്മൾ ആക്ച്വലി പ്രെപ്പ് ചെയ്തിരിക്കേണ്ട സിറ്റിസൺസ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അത് ഒരു ആർമി ഓഫീസറുടെ ഫാമിലി, അപ്പം നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും സ്വന്തം ഫാമിലി പോലെ തന്നെ കൺസിഡർ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. അതായത് അവരുടെ ആ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ അവിടെ ഇല്ല എങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ ഒരു ഡിഫെൻസ് മെക്കാനിസം നമ്മൾക്ക് കഴിവതും നമ്മൾ തന്നെ നർച്ചർ ചെയ്ത് എടുക്കേണ്ടി വരും. എപ്പോഴെങ്കിലും നമുക്കത് ആസ് എ സിറ്റിസൺ അത് ആവശ്യം വേണ്ടി വരും ഏതെങ്കിലും ഒക്കെ സാഹചര്യത്തിൽ. ഇപ്പോൾ പെട്ടെന്നൊരു ഒരു അലേർട്ട് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളെ അത് കുറേ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു ലിൻഡ. എനിക്കും ചെറിയൊരു ആഡ് ഓൺ ചെയ്യാനുണ്ട്. എൻ്റെ ഡാഡി എക്സ് സർവീസ് മാൻ ആണ്, നേവിയിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു തേർഡ് സ്റ്റാൻഡേർഡോ തേർഡ് സ്റ്റാൻഡേർഡാന്ന് തോന്നുന്നു, തേർഡ് സ്റ്റാൻഡേർഡ് വരെ എനിക്ക് ഡാഡി പോകുന്നതൊക്കെ കാണാം. അപ്പോൾ ഡാഡി എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. മമ്മിയാണെങ്കിൽ ടെൻഷനിലായിരിക്കും. അപ്പോൾ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻ്റെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ഇപ്പോഴത്തെ യുദ്ധമാണ്, എന്തോ ഒരു യുദ്ധം നടന്നു. അപ്പോൾ ആ ടൈമിൽ ഡാഡിക്ക് പോവേണ്ടി വന്നു. മമ്മി ഇവിടെ ടെൻഷൻ അടിച്ച് വേറൊരു ലെവലിലായിരുന്നു. അത് ഞാൻ കാണുന്നുണ്ട്. അപ്പം ആ ഒരു സിറ്റുവേഷൻ വേറെ തന്നെയാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ലിൻഡ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ ബോർഡേഴ്സ് നമ്മളെല്ലാം കാത്ത് രക്ഷിക്കുന്ന ഒരു ടീം തന്നെ നമുക്ക് വേണ്ടി അവിടെ ഇന്ത്യയുടെ ആ ഒരു ബോർഡറിൽ നിൽപ്പുണ്ട്. അപ്പൊ അവരവിടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല മനസ്സമാധാനത്തോടെ കിടന്നങ്ങ് ഉറങ്ങാം, അല്ലേ? നമ്മൾ റീസെന്റ് നമ്മളത് എക്സ്പീരിയൻസും ചെയ്തിട്ടുണ്ട്. സോ ടു സല്യൂട്ട് ടു അവർ സോൾജേഴ്സ് ഔട്ട് ദർ. അപ്പം സോ താങ്ക്സ് ടു ഗോകുൽ ഈ ഒരു സീൻ നമ്മളിവിടെ റിയാക്ട് ചെയ്യാൻ പറഞ്ഞതിൽ. എനിക്കൊരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. മമ്മിയും ഡാഡിയും ഇങ്ങനെ മാറി നിന്ന ടൈമിലുള്ള അവരുടെ വളരെ ക്യൂട്ട് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഇപ്പോഴും ആ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് മമ്മി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. യെസ്. അപ്പൊ അത് ഇടയ്ക്ക് എടുത്ത് ഞങ്ങളെ തന്നെ വായിച്ചു ആ കേൾപ്പിക്കും. അന്ന് ഇറ്റ് വാസ് എല്ലാം ഇങ്ങനെ ലെറ്ററിൽ എഴുതിയിട്ടുള്ള
പോസ്റ്റിംഗ് ഒക്കെയാണ്. അപ്പൊ ആ അതൊക്കെ അതന്നെ. അതെന്നാ ഭയങ്കര അതൊക്കെ പഴയ ഇല്ലൻഡില്ലേ, ആ ഇല്ലൻഡില് ഇംഗ്ലണ്ടിലുള്ള ഡാഡി ഇങ്ങനെ എഴുതും. അവനെന്തായി, അവൻ എന്തെടുക്കുന്നു, അത് എന്നെ കുറിച്ച് അതെ ചോദിക്കുന്നുണ്ട്. അതെ ടി വി, അപ്പം മമ്മി തിരിച്ച് റിപ്ലൈ ഇവിടെ ടി വി കേടായി, അവന് വിഷമമായി. അതെ അപ്പം പിന്നെ മമ്മീനെ മിസ് ചെയ്യുന്നു. പിന്നെ ആ വാചകങ്ങളൊന്നും നമ്മളെ വായിച്ച് കേൾപ്പിച്ചില്ല കേട്ടോ. പക്ഷെ ക്യൂട്ടായിരുന്നു. പക്ഷെ വീട്ടിൽ രഹസ്യമായി ഒരു ചെറിയ ബൾബ് മാറ്റിയിട്ടത് പോലും ആ ആ ലെറ്ററിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അത് നല്ല ഇത് ക്യൂട്ടാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള. നമ്മളിപ്പോ ബോർഡർ സിനിമയിൽ കണ്ടിട്ടില്ലേ, സന്ദേശ് ആത്തേന്ന് സോൾജേഴ്സിനൊക്കെ എന്തോരം സന്തോഷമാണ് ആ ലെറ്റേഴ്സ് കൈ കിട്ടുമ്പോ വീട്ടുകാർ അയക്കുന്നത് അല്ലേ. അപ്പൊ അതുപോലൊക്കെ ശരിക്കും തന്നെ. വളരെ ഇമോഷണൽ ആണ് ആ ലെറ്റേഴ്സ് ഒക്കെ. അതെ 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 അതെ. സോ താങ്ക്സ് ടു ഗോകുൽ, താങ്ക്സ് ടു എവ്രി വൺ. സോ അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇടൂ, നമ്മൾ നോക്കട്ടെ, നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.